നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങം 1 മലയാള മാസം ആരംഭമാണ്. ഓണക്കാലത്തിന്റെ തുടക്കമാണ്. എല്ലാത്തിലും ഉപരി ഒരു നൂറ്റാണ്ടിന്റെ തുടക്കമാണ്. 1201 ചിങ്ങം 1 ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് ആരംഭിക്കുകയാണ്. അതിനുമൊക്കെ അപ്പുറമായി ഇനി അങ്ങോട്ട് ആഘോഷത്തിന്റെ നാളുകളാണ്. ഓണക്കാലത്തിന്റെ ആരംഭമാണ്. ആഘോഷങ്ങളും തിമിർപ്പുകളും ഒക്കെയായി ഇനി ഒരുപാട് പരിപാടികളും ഒക്കെ എല്ലാവർക്കും വരാനുണ്ടാകും. അതിനുമൊക്കെ അപ്പുറമായിട്ട് ഇന്ന് കർഷകരുടെ ദിനമാണ്. നമുക്കൊക്കെ അന്നമൂട്ടുന്ന, എല്ലുമുറിയെ മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന കർഷകരുടെ ദിനം കൂടിയാണ്. എല്ലാ കർഷകർക്കും കർഷക ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ രാവിലെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചകഴിഞ്ഞ് 3-ന്. മുഖ്യ കമ്മീഷണറും സഹ കമ്മീഷണർമാരും മാധ്യമങ്ങളോട് സംസാരിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടധികാർ യാത്രയ്ക്കും ഇന്ന് തുടക്കം. തേജസ്വി യാദവും രാഹുലിനൊപ്പം. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ BJP ഇന്ന് തീരുമാനിക്കും. പാർലമെന്ററി ബോർഡ് യോഗം ചേരും. തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന്. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഇടുക്കി മുതൽ വയനാട് വരെ യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇന്ന് മലയാള വർഷാരംഭമായ ചിങ്ങപ്പുലരി. വസന്തകാല സമൃദ്ധിയുടെ സ്വപ്നങ്ങളിൽ മലയാളി. ഓണത്തിനും ഒരുക്കങ്ങളായി. കർഷക ദിനം ആചരിച്ച് കേരളം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ ആവശ്യത്തിൽ നിന്ന് പിന്നാക്കം പോയി ഡൊണാൾഡ് ട്രംപ്. സമാധാന ഉടമ്പടി എന്ന വ്ളാഡിമിർ പുടിന്റെ നിലപാടിന് വഴങ്ങി. കൂടുതൽ യുക്രൈനിയൻ പ്രവിശ്യകൾ വിട്ടു നൽകണമെന്ന് ഉപാധി. സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ട്രംപുമായി കൂടിക്കാഴ്ച നാളെ. സമാധാന കരാർ ചർച്ച ചെയ്യാൻ യൂറോപ്യൻ നേതാക്കളുടെ യോഗം ഇന്ന്. വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ വോട്ടർ പട്ടിക ക്രമക്കേട് തന്നെയാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. രാജ്യത്ത് ഏറ്റവും അധികം വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. ഈ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്നാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടിലും കമ്മീഷന്റെ പ്രതികരണമുണ്ടാകും. ഇതേ വിഷയമുയർത്തി രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും നയിക്കുന്ന വോട്ടധികാർ യാത്രയ്ക്കും ഇന്ന് ബീഹാറിൽ തുടക്കമാവുകയാണ്. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങൾ, ആ 5 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാകുമോ ഇന്നത്തെ വാർത്താ സമ്മേളനം? അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്, അല്ലെങ്കിൽ BJPയുടെ വിജയം വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണെന്ന് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ 7-ാം തീയതിയാണ്. അതിനുശേഷം 11 ദിവസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ അത്തരം ഷെഡ്യൂളുകളിൽ അല്ലെങ്കിൽ അറിയിപ്പുകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് എന്ന് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ പക്ഷേ നിയമസഭയുടെ കാലാവധി അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ അത് സെപ്റ്റംബർ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കമ്മീഷൻ മറുപടി പറയാൻ തന്നെയാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 11 ദിവസം പിന്നിടുമ്പോൾ കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്, അല്ലെങ്കിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കർണാടകയിലെ മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലധികം വോട്ടുകൾ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് കമ്മീഷൻ ഇതെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സത്യവാങ്മൂലം നൽകണമെന്ന ആവശ്യമാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നത്. പ്രത്യേകിച്ച് കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറടക്കം ആ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി അത് തള്ളിക്കളയാണ്, നോട്ടീസൊക്കെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന്
കമ്മീഷൻ എന്തു പറയും എന്നുള്ള കാര്യം നിർണായകമാണ്. ഏതായാലും കമ്മീഷന്റെ ഭാഗത്തു നിന്നായി ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. അതിലേതായാലും ഈ ആരോപണങ്ങളൊക്കെ തന്നെ കമ്മീഷൻ തള്ളിക്കളയുന്നുണ്ട്. കാരണം ഈ പട്ടിക തയ്യാറാക്കുന്നത് കമ്മീഷൻ നേരിട്ടല്ല, മാത്രവുമല്ല എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പിച്ചാണ് കമ്മീഷൻ ഇത്തരമൊരു നടപടികളിലേക്ക് കടക്കുന്നത്. മാത്രവുമല്ല കരട് പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്നുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ആ പട്ടിക പരിശോധിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ വാർത്താക്കുറിപ്പിലുണ്ട്. അതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ എന്തു പറയും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇന്ന് 3 മണിക്കാണ് ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളും ഇപ്പോൾ കോടതി കയറിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത കമ്മീഷന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കമ്മീഷൻ എന്താണ് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ നിലപാടും കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യും. ഏതായാലും ഈ വിഷയം സജീവമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യാത്രയ്ക്ക് വോട്ട് അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമാവുകയാണ്. കാരണം ബീഹാറിൽ ഈ സഭാ സമ്മേളനം പാർലമെന്റ് നടപടികൾ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ആരംഭിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അല്ലെങ്കിൽ സർക്കാരുമായി ഈ വിഷയത്തിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമായിരുന്നു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനമൊക്കെ വരുന്നത്. അപ്പോൾ ആ വിഷയം സജീവമായി നിർത്തുകയാണ് ഇന്ത്യ സഖ്യം. ഇന്നേതായാലും സാസാറാമിൽ ആ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. രാഹുൽ ഗാന്ധി ആണ് യാത്ര നയിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി യാദവ് ഉണ്ട്, RJD നേതാവാണ്. അദ്ദേഹമാണ് RJD നയിക്കുന്നത്. കാരണം ബീഹാറിന്റെ രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ 2005 ശേഷം ബീഹാർ നിതീഷ് കുമാറിന്റെ കൈവശമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുമ്പോഴും അല്ലെങ്കിലും ഭൂരിപക്ഷ സമയത്തും NDAയ്ക്കൊപ്പമായിരുന്നു. അപ്പോഴും ബീഹാർ ഭരിക്കുന്നത് നിതീഷ് കുമാറാണ്. അതിൽ ചെറിയൊരു കാലയളവിൽ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് മാറ്റമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ഭരണമാറ്റം അവിടെ ഇന്ത്യ സഖ്യം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏതായാലും വോട്ടധികാർ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഏതാണ്ട് 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 1-ാം തീയതി സെപ്റ്റംബർ മാസം 1-ാം തീയതി പട്നയിലാണ് അവസാനിക്കുക. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ആണ് ഈ യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സജീവമായി തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയാണ് ഇന്ത്യ സഖ്യം എന്ന കാര്യത്തിലും സംശയമില്ല. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണിന്ന്. അതോടൊപ്പം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്രയ്ക്കും തുടക്കമാവുകയാണ്. ഒപ്പം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായി BJP പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ചേരുകയാണ്. സെപ്റ്റംബർ 9-ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദയ്ക്കും NDA കക്ഷികൾ നേരത്തെ അധികാരം നൽകിയിരുന്നു. രാകേഷ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. രാകേഷ്, ജഗദീപ് ധൻകർ രാജിവെച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കാട്ടിലും മെച്ചപ്പെട്ട ഒരാളെ കണ്ടെത്തുക എന്നതാണ് BJPയുടെ വലിയൊരു കടമ്പ. ആരായിരിക്കും ആ സ്ഥാനാർത്ഥി? ആർക്കൊക്കെയാണ് സാധ്യത കൂടുതൽ? അനുശ്രീ, 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി 21-ാം തീയതിയാണ്. ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിലാണ് BJPയുടെ പാർലമെന്ററി ബോർഡ് ഇന്ന് യോഗം ചേരുന്നത്. വൈകിട്ട് ഡൽഹിയിലാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ പാർലമെന്ററി ബോർഡിലെ അംഗങ്ങളൊക്കെ തന്നെ ഇന്ന് ഡൽഹിയിലുണ്ട്. ഇവരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്ത് ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്ക്, ഇന്ന് രാത്രിയോടുകൂടി ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയേക്കും. കാരണം 6-ാം തീയതി ഏതായാലും NDA യോഗം ചേരുകയും ഇതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ JP നഡ്ഡയ്ക്കും നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നത്. ഏതായാലും പല പേരുകളും ചർച്ചയിലുണ്ട്. അത് BJP അധ്യക്ഷനായ JP നഡ്ഡ മുതലുള്ളവരുടെ പേരുകൾ ചർച്ചയിലുണ്ട്. ജമ്മു കശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറും മോദി സർക്കാർ നേരത്തെ മന്ത്രിയുമായിരുന്നു മനോജ് സിൻഹയുടെ പേരുകൾ ഇപ്പോൾ BJP പരിഗണിക്കുന്നുണ്ട്. ഇതുകൂടാതെ മുക്താർ അബ്ബാസ് നഖ്വി, BJPയുടെ ന്യൂനപക്ഷ മുഖമായിരുന്നു നഖ്വി. ആദ്യ മോദി സർക്കാരിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. പാർലമെന്ററി കാര്യം അടക്കം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരുകളിലും ഏതായാലും ചർച്ചകളിലുണ്ട്. പക്ഷെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് BJP എത്തിയിട്ടില്ല. ഏതായാലും പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ മനസ്സിൽ ആരായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. ഇന്ന് ഏതായാലും പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പ്രഖ്യാപനത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം ഇനി സമയം ബാക്കിയില്ല എന്നതുകൊണ്ട് തന്നെ ഏതായാലും മത്സരം ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ സർക്കാരിന്റെ ഭാഗത്ത് ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു സമവായം പ്രതിപക്ഷവുമായി ഉണ്ടാക്കാൻ. പക്ഷേ ഇന്ത്യ സഖ്യം അറിയിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും BJPയെ സംബന്ധിച്ച്
മുൻ വർഷത്തെ പോലെയല്ല സാഹചര്യങ്ങൾ എന്നുള്ളതാണ് ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. കാരണം കഴിഞ്ഞ 2 സഭകളും നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 തെരഞ്ഞെടുപ്പുകളും നോക്കുകയാണെങ്കിൽ ലോക്സഭയിൽ വലിയ മൃഗീയ ഭൂരിപക്ഷം BJPക്ക് മാത്രമുണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണം പോലും സഖ്യകക്ഷികളെ ആശ്രയിച്ചാണ്. പ്രത്യേകിച്ച് JDUവിൻ്റെയും TDPയുടെയും ഒക്കെ പിന്തുണയാണ് കേന്ദ്രത്തിൽ BJPയെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ട സാഹചര്യം നിലവിൽ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് BJPയെ സംബന്ധിച്ച് NDA സംബന്ധിച്ചും നിർണായകമാണ്. അനുശ്രീ. ശരി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായി BJP പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ചേരുകയാണ്. രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ വേണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന ഉടമ്പടി എന്ന പുടിന്റെ ആവശ്യത്തിന് ഡൊണാൾഡ് ട്രംപ് വഴങ്ങിയതായാണ് വിലയിരുത്തൽ. നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്ന നിലപാടാണ് പുടിന്റേതെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം. സെലൻസ്കി നാളെ US-ലെത്തും. വിവരങ്ങളുമായി ശ്രീജ ശ്യാം ചേരുന്നു. ശ്രീജ, കഴിഞ്ഞ ദിവസം ഇന്നലെ അലാസ്കയിൽ നടന്ന ചർച്ചയുടെ ബാക്കി പത്രമാണ് ട്രംപിന്റെ ഈ നിലപാട് മാറ്റം എന്ന് കരുതാനാകുമോ? ഗുഡ് മോർണിംഗ് അനുശ്രീ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അലാസ്കയിൽ നടന്ന ചർച്ചയിൽ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഈ ചർച്ചയുടെ തൊട്ടു മുൻപ് വരെ ഒരു അടിയന്തര വെടിനിർത്തൽ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നിരുന്ന ഡൊണാൾഡ് ട്രംപ് ആ ആവശ്യത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ റഷ്യയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഒരു അടിയന്തര വെടിനിർത്തൽ കരാർ അല്ല വേണ്ടത്, മറിച്ചൊരു സമാധാന ഉടമ്പടിയാണ് വേണ്ടത് എന്ന നിലപാടിലാണ് ആദ്യം മുതൽക്ക് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉള്ളത്. ആ നിലപാടിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം വരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ട്രംപ് ഈ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോഴും ഒരുപക്ഷെ ഒരു അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ല എന്നതിനെ ആഗോള സമൂഹം ഒരു സ്റ്റെപ്പ് ബാക്ക് എന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പുടിന്റെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപ് എടുത്തിരുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ മീറ്റിംഗിന് തൊട്ട് മുൻപ് വരെ അടിയന്തര വെടിനിർത്തൽ എന്നതായിരുന്നു ട്രംപിന്റെ ആവശ്യം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് റഷ്യ ഒരു വലിയ രാജ്യമാണ്, യുക്രൈൻ ആകട്ടെ ഒരു ചെറിയ രാജ്യം, അതുകൊണ്ട് തന്നെ റഷ്യയുടെ നിലപാടുകൾക്ക് വഴങ്ങുന്നതാണ് നല്ലത് എന്നൊരു നിലപാടിലേക്ക് പരസ്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പോകുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. നാളെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നേരത്തെ പ്രസിഡന്റ് ട്രംപുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയപ്പോഴുണ്ടായ നാടകീയ സംഭവങ്ങൾ, ഓവൽ ഹൗസിൽ നിന്നുള്ള ആ നാടകീയ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും അതിനുശേഷമുള്ള ഒരു കൂടിക്കാഴ്ച നാളെ നടക്കുന്നത്. ഇന്നത്തെ ദിവസം നടക്കുന്ന മറ്റ് ചില നിർണായക നീക്കങ്ങൾ കൂടി ഇതിൽ ശ്രദ്ധേയമാണ്. അത് ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നുണ്ട്. ഈ രാജ്യങ്ങൾ യുക്രൈൻ പിന്തുണയുമായാണ് നിൽക്കുന്നത്. ആ പിന്തുണയോടെയാണ് സെലൻസ്കി അമേരിക്കയിലേക്ക് പോകുന്നത്, ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനം ഈ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ നിലവിൽ യുക്രൈൻ എന്ന രാജ്യത്തിന്റെ 19% പ്രദേശങ്ങൾ ഉള്ളത്, 1/5 ഭാഗമുള്ളത് റഷ്യയുടെ അധീനതയിലാണ്. അതിൽ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടൊരു ഡീലിലേക്ക് സെലൻസ്കി പോകാൻ സാധ്യതയുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലുഹാൻസ്കും ഡോണസ്കും കടന്ന് കൂടുതൽ പ്രദേശങ്ങൾ അധീനതയിലാക്കുക എന്നതാണ് പുടിന്റെ ലക്ഷ്യമുള്ളത്. പക്ഷേ ആ ആവശ്യത്തിന് എത്രത്തോളം സെലൻസ്കി വഴങ്ങുമെന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഡോൺബാസ്കിൽ 1 ഇഞ്ച് പോലും, ഡോൺബാസ് നമുക്കറിയാവുന്നതുപോലെ ഡോൺബാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുക്രൈൻ്റെ പ്രദേശം. അവിടെ റഷ്യയുടെ അധീനതയിലാണുള്ളത്. അതിൽ ഇനി 1 ഇഞ്ച് സ്ഥലം വിട്ട് ഡോൺബാസ് യുക്രൈൻ്റെ അധീനതയിലാണുള്ളത്, റഷ്യയിലെ ഡോൺബാസ്. ആ ഭാഗത്ത് 1 ഇഞ്ച് പോലും വിട്ടു നൽകാൻ കഴിയില്ല എന്നതാണ് സെലൻസ്കി എടുക്കുന്ന നിലപാട്. അപ്പോൾ ഈ പ്രവിശ്യകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ഉടമ്പടി വേണ്ടിവരും എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. അതിന് സെലൻസ്കി വഴങ്ങാൻ ഇടയുണ്ടോ, ധാരണയിലെത്തി എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും സെലൻസ്കി വഴങ്ങാൻ ഇടയുണ്ടോ? ഇത് നാളത്തെ കൂടിക്കാഴ്ച കൂടി കഴിഞ്ഞാലേ വ്യക്തമാകൂ. അതിന് നമുക്ക് കാത്തിരിക്കാം. ശരി, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ വേണമെന്ന നിലപാടിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ശ്രീജ ശ്യാമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്ന് ചിങ്ങം 1 മലയാളത്തിന് പുതുനൂറ്റാണ്ടിന്റെ പിറവിയാണ്. കൊല്ലവർഷം 1201 ആണ്ടിന് തുടക്കമാവുകയാണ്. വസന്തകാലത്തിന്റെ സമൃദ്ധിയുടെ സ്വപ്നങ്ങളിലാണ് ഓരോ മലയാളിയും. കാർഷിക സമൃദ്ധിയുടെ ആഘോഷ ദിവസം കൂടിയാണ് ഇന്ന്. വരാനിരിക്കുന്ന ഓണക്കാലത്തിന്റെ വരവറിയിക്കുന്ന പുലരി കൂടിയാണ് ഇന്ന്. ഈ ചിങ്ങപ്പുലരിയിൽ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്.
സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നെൽവിത്തിന് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് നേടിയെടുത്ത ഒരു കർഷകനുണ്ട് മലപ്പുറം പുലാമന്തോളിൽ. ചോലപ്പറമ്പത്ത് ശശിധരൻ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ താൻ വികസിപ്പിച്ചെടുത്ത നെല്ലിന് മകൾ ഗോപികയുടെ പേരാണ് ശശിധരൻ നൽകിയിട്ടുള്ളത്. പ്ലാന്റ് വെറൈറ്റി രജിസ്ട്രാർ കഴിഞ്ഞ ജൂൺ ഈ വിത്തിനം അംഗീകരിക്കുമ്പോൾ യാഥാർത്ഥ്യമായത് ശശിധരന്റെ 2 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന പരിശ്രമമാണ്. കർഷക ദിനത്തിൽ നമുക്ക് ശശിധരനെ പരിചയപ്പെടാം. കൃഷി ചിലർക്ക് ജീവനോപാധിയാണ്, പക്ഷെ മറ്റുള്ളവർക്ക് അതൊരു ഗവേഷണമാണ്. അങ്ങനെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു നെൽവിത്തിന് പേറ്റന്റ് വാങ്ങിച്ച ഒരു കർഷകനുണ്ട് മലപ്പുറം പുലാമന്തോൾ പാലൂരിൽ. ശശിയേട്ടൻ്റെ 25 വർഷത്തോളം ഉള്ള വലിയൊരു പരിശ്രമമാണ് മാസങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമായത്. ശശിയേട്ടൻ ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറയും. ഞാൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ പങ്കെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിങ്ങനെ അത് മുമ്പ് ദാരിദ്ര്യമൊക്കെ ഉള്ള ഒരു സമയത്ത് തന്നെ നെൽകൃഷിയോട് കുറച്ചൊരു താല്പര്യം, അതുപോലെ തന്നെ അരിയോടും ഭക്ഷണത്തിനോടൊക്കെ ഒരുപാട് തോന്നിയിരുന്നു. ആ സമയത്ത് തന്നെ 2002 ഞാനൊരു പരീക്ഷണം നടത്തുന്നത്. ഇത് ഐശ്വര്യ ജ്യോതി പറയുന്ന 2 വിത്തുകളെ ക്രോസ് ചെയ്തുകൊണ്ട് ആണ് ഈ പരീക്ഷണം നടത്തിയത്. അത് 2010 സക്സസ് ആയത്. 2014 ഞാൻ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷന് ഇതിൻ്റെ കർഷകരുടെ കണ്ടുപിടുത്തങ്ങൾക്കുള്ള അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനത്തിലേക്ക് അപേക്ഷ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാല 3 വർഷത്തോളം അതിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ നടത്തി ഇതിൻ്റെ വിള പരിശോധന കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ഇതിലേക്ക് അയച്ചു അപേക്ഷ. അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ഭൗതിക സ്വത്തവകാശ സെല്ലിൽ കൂടെയാണത് അപേക്ഷ അയച്ചത്. എന്നാ അത് അംഗീകരിച്ച് കിട്ടിയത് ഈ ജൂൺ മാസത്തിലാണ് കിട്ടിയത്. ജൂൺ 5-ാം തീയതിയാണ് എനിക്ക് അംഗീകാരം വന്നത്. ഈ സത്യത്തിൽ എന്താണ് ഈ ഗോപിക എന്ന നെൽവിത്തിൻ്റെ പ്രത്യേകത? ഗോപിക അറിയുന്ന നെൽവിത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാൻ നിറച്ച് സൗന്ദര്യം കൂടുതലുള്ളതാണ്. മറ്റുള്ള നെല്ലുകളെക്കാളും സൗന്ദര്യം കിട്ടും, കാണാനും നല്ല സൗന്ദര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഭക്ഷണത്തിന് നല്ല പാചകത്തിന് നല്ല അരിയാണ്. ഉരുണ്ട് മട്ട അരിയാണ്. പാലക്കാട് മട്ടയോട് കൂടി ചേർത്ത് വെക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു അരിയാണ്. പിന്നെ വർഷത്തിൽ 3 കൃഷി എടുക്കുക. 125 ദിവസം കൊണ്ട് നമുക്കതിൻ്റെ വിളവെടുപ്പ് നടത്താം. 8 വർഷം കൊണ്ട് ഈ നെൽവിത്ത് നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചെടുത്തു. പക്ഷേ അതിന് അംഗീകാരം കിട്ടാൻ പിന്നെയും 10-12 വർഷം 13 വർഷത്തിന് മുകളിൽ എടുത്തു അല്ലേ? അതെ. അപ്പോൾ അത് അന്ന് 2014 ഞാൻ കൊടുത്തു. അത് 5 വർഷം കഴിഞ്ഞ ശേഷം 2019 വീണ്ടും ഞാൻ അപേക്ഷ കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ വിള പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ടും റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് വീണ്ടും ഞാൻ അപേക്ഷ കൊടുത്തു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ 2025 ഇതിൻ്റെ റിസൾട്ട് ആയിട്ട്. കാർഷിക സർവകലാശാലയാണോ അംഗീകാരം കേരളത്തിൽ? എങ്ങനെ? കേരളത്തിൽ കാർഷിക സർവകലാശാലയുടെ സയൻറ്റിസ്റ്റാണോ അതിൻ്റെ ഒരു അംഗീകാരം നൽകേണ്ടിയിരുന്നത്? അല്ലല്ല, അംഗീകാരമല്ല. അതിൻ്റെ വിള പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ രജിസ്ട്രാറാണ് അത് ചെയ്തു തരാം. ഇത് ഇവിടുത്തെ സംവിധാനങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്തു? സപ്പോർട്ട് ചെയ്യാൻ നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവിടെ എത്ര പറഞ്ഞാലും വാക്ക് മതിയല്ല. സത്യത്തിൽ അടിസ്ഥാനപര വിദ്യാഭ്യാസം മാത്രമാണല്ലോ അങ്ങേക്കുള്ളത്. അങ്ങ് ഒരു നെൽവിത്ത് സ്വന്തമായിട്ട് രൂപീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രജ്ഞർക്കൊക്കെ അത്രമാത്രം ആദ്യം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ല, ഇത് ഈ കാർഷിക സർവകലാശാല ഈ കൃഷിയും കാര്യങ്ങളും ഇത് ഈ പരീക്ഷണങ്ങളൊക്കെ വരുന്നത് അതിന് മുമ്പ് നമ്മൾ കേരളത്തിൽ ഇത് ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ? അന്നത്തെ ഇവിടെ നെല്ലുണ്ടായിരുന്നല്ലോ. അന്ന് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പരാഗണങ്ങൾ നടന്നിട്ടില്ലേ? അപ്പോൾ അത് ശാസ്ത്രജ്ഞർക്ക് അതൊക്കെ അറിയാം, ആ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇങ്ങോട്ട് ആ ഒരു കാര്യത്തിൽ അവർക്ക് കുറച്ചൊരു ഇതുണ്ടാവാം, ചില ആളുകൾക്കൊക്കെ താല്പര്യക്കുറവുണ്ടാവാം. കാരണം അത്രയൊക്കെ PhD കഴിഞ്ഞ് അതിന് പഠിച്ച ആളുകൾ നമ്മൾ ആ ഒരു കർഷകൻ കയറി വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതാണ്. പക്ഷേ ഒരുപാട് അവസാനം ആയപ്പോഴേക്കും ഒരുപാട് എല്ലാവരും സപ്പോർട്ടായി വന്നു. ഇപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട്. എന്താ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ ഒരു യാത്രയിൽ? ഇതിനിടയിൽ ഒരുപാട് ഭ്രാന്താണെന്ന് പറഞ്ഞു, അതൊക്കെ കേട്ടു. ഒരുപാട് മാനസികമായിട്ട് തളർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു നാട്ടുകാരെ വക. പിന്നെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ചിലരൊക്കെ നമ്മളോട് സഹകരിക്കാതിരിക്കുക, ഞാൻ അങ്ങോട്ട് കോപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറയാം. പിന്നെ തലക്ക് ഒരു വെളിവില്ല എന്നുള്ളത് പറയാം. ഞാൻ കാര്യം ചെല്ലുമ്പോൾ യൂണിവേഴ്സിറ്റിയൊക്കെ ചെല്ലുമ്പോൾ ആ സമയത്ത് നമ്മളൊരു കളിയാക്കുന്ന രീതിയിൽ കമൻറ്റുകളൊക്കെ അത് നമ്മുടെ ചെവിയിൽ കേൾക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മാനസികമായിട്ട്. പക്ഷെ ഞാനത് തളരില്ല എന്നുള്ളൊരു വാശി എനിക്കും ഉണ്ടായിരുന്നു. ഒന്നുകിൽ കുറിപ്പിൻ്റെ നെഞ്ഞത്ത്, അതല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യുന്നുള്ളൊരു വാശിയെ കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് വിജയിക്കുകയുള്ളൂ. ഏറ്റവും നിർണായകമായത് ആരുടെ പിന്തുണയാണ്? പട്ടാമ്പിയിലെ ഒരുപാട് പ്രൊഫസർമാരുണ്ട്. ഒരു രാജൻ സാറുണ്ട്, ഒരു ഇളങ്കോവൻ സാറ്, ഒരു ഡോക്ടർ രഞ്ജൻ,
അങ്ങനെ തുടങ്ങിയിട്ട് നാരായണൻകുട്ടി സാറ് അങ്ങനെ ഒരുപാട് ഒരു ഫസീല ഏറ്റവും കൂടുതൽ എന്നെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് ഫസീല മാഡമാണ് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അവരെ പേര് ഡോക്ടർ മൂസ പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് പറയാം. ഇനി എന്താണ് ഈ പേറ്റന്റ് കിട്ടി, ഇനി എന്താണ് അടുത്തൊരു പദ്ധതി? അടുത്ത പദ്ധതി നാടുകളിലൊക്കെ വിത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ അതെ വിത്ത് എത്തിക്കുക എന്നുള്ളൊരു പ്ലാനാണ് എനിക്കുള്ളത്. ഗാന്ധിജിയുടെ ഒരു മൂന്നാമത്തെ സ്വപ്നമായിരുന്നത് ഈ ഗോപികയുടെ പ്രചാരണം അല്ലേ? അതെ ഗോപിക എന്നല്ല, നെൽവിത്ത് എല്ലാവർക്കും വിത്ത് ഇഷ്ടം ധാരാളം കിട്ടണം. വിത്തിൻ്റെ ക്ഷാമമുണ്ട് ഇപ്പോൾ ഇവിടെ കൃഷിഭവനിൽ. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പാലക്കാട് ജില്ലയിലാണ് ചിലപ്പോൾ ഈ വർഷം ചെയ്യാൻ പോകുന്നത്. എത്ര ഏക്കറില? അത് അങ്ങനെ കൃത്യമായിട്ടില്ല, 2.5 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെയ്യാനുള്ളതുണ്ട്. അടുത്ത മാർച്ചോട് കൂടിയിട്ട് വിത്ത് ഇറക്കാനുള്ള അവിടെ ഗോപിക നെൽവിത്താവ് അവിടെ പൂർണ്ണമായിട്ട് പാലക്കാട് ജില്ലയിൽ ചെയ്യാൻ എൻ്റെ ഉദ്ദേശം. ഇത് ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ്, ഒരുപാട് കാലം കഷ്ടപ്പെട്ടത് അതിന് സാമ്പത്തികമായിട്ട് ഇതുകൊണ്ടുള്ള ഈ വല്ല ബെനിഫിറ്റും ഉണ്ടാകുമെന്നുള്ളത്. സാമ്പത്തികമായിട്ട് ഇന്ന ആരും സഹായിച്ചിട്ടൊന്നുമില്ല, സപ്പോർട്ട് ചെയ്തില്ല, ആരും സപ്പോർട്ട് ചെയ്തില്ല. കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ അല്ല അതെനിക്ക് പറയാൻ പറ്റില്ല. അല്ല ഞാൻ ഏതായാലും വിത്ത് ഞാൻ എത്തിക്കും. അതിനെ കേരളത്തിൽ മൊത്തം എത്തിക്കാനുള്ള പ്ലാനുണ്ട്. ഒരുപാട് ചിലവുണ്ട്, ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവായിട്ടുണ്ട് ഈ ഇത്രയും കാലത്തിന്. അതെ നമ്മളെ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരെ സാമ്പത്തികമായിട്ടൊക്കെ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് പഠനത്തിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു പ്രശ്നം കാരണം. എന്താണെങ്കിലും ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിയുടെ മറ്റൊരു തലത്തിലേക്കുള്ള ചുവടുവെപ്പായിരിക്കും. അതെ അതെ മറ്റൊരു ചുവടുവെപ്പ് തന്നെ. എന്നാലും കാർഷിക കേരളത്തിന് മാതൃകയാക്കാം ഈ ഒരു കർഷകനെ. അദ്ദേഹം ജീവനോപാധിയായിട്ടല്ല ഈ കൃഷിയെ കണ്ടിട്ടുള്ളത്, മറിച്ച് ഗവേഷണത്തിലൂടെ തൻ്റേതായ രീതിയിൽ ഒരു നെൽവിത്ത് കണ്ടെത്തുകയും അതിൻ്റെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കർഷകർ സാധാരണ കർഷകരല്ല, അത് ശാസ്ത്രത്തിൻ്റെ കൂടെ നടക്കുന്ന നാളേക്ക് വഴികാട്ടുന്നവർ കൂടിയാണ് കർഷകരെന്ന് ശശിയേട്ടനെ പോലെയുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് നിസ്സംശയം പറയാം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നമ്മൾ വീണ്ടും പോകുന്നത് മറ്റൊരു കർഷകന്റെ വിശേഷങ്ങളിലേക്കാണ്. കാർഷിക അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കോതമംഗലത്തെ ജോസഫ് പീച്ചനാട്ട്. കാർഷിക രംഗത്ത് നൂതന ആശയങ്ങൾ വികസിപ്പിച്ചതാണ് ജോസഫിനെ അവാർഡിന് അർഹനാക്കിയത്. നൂതന ചിന്തയും കഠിനാധ്വാനവുമാണ് കോതമംഗലത്തിന്റെ കാർഷിക ചരിത്രത്തിൽ ജോസഫ് പീച്ചനാട്ടിന്റെ പേര് പതിപ്പിച്ചത്. 75-കാരനായ ജോസഫ് ഗ്രാമീണ മേഖലയിൽ കർഷകർക്ക് സഹായകമായ 50ഓളം ചെലവ് കുറഞ്ഞ ഉപകരണങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. തേനെടുക്കാനും പുല്ലുവെട്ടാനും ചക്ക മുറിക്കാനും ചക്കച്ചുള വറുക്കാനും തേങ്ങാപ്പാൽ പിഴിയാനും തേങ്ങ ചിരകാനുമൊക്കെ ഉപകരണങ്ങൾ വികസിപ്പിച്ചു. കോക്കനട്ട് ഓയിൽ നിർമ്മാണം, ചെലവ് കുറഞ്ഞ കോഴിത്തീറ്റ നിർമ്മാണം തുടങ്ങിയവയിലെല്ലാം ജോസഫ് സ്വന്തം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. കർഷകർ ആവശ്യപ്പെടുന്ന ഏതുപകരണവും കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചു നൽകും. കൃഷിവകുപ്പിന്റെ സംസ്ഥാന അവാർഡായ 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് ജോസഫിന് ലഭിക്കുക. സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് ഈ അവാർഡ് പ്രചോദനമാണെന്നും ജോസഫ് പറയുന്നു. ഈ കേരള സർക്കാരിൻ്റെ ഈ ചിങ്ങം 1-ാം തീയതി സാധാരണ രീതിയിൽ നടത്തുന്ന ഈ കാർഷിക ആഘോഷ പരിപാടിയിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡ് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്നൊക്കെ വലിയ വലിയ ആളുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു. ചെയ്യാൻ വലുതായെന്നല്ല, പക്ഷെ കിട്ടുമെന്നുള്ള ഒരിക്കലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാർഷിക രംഗത്ത് നൂതന ആശയങ്ങൾ വികസിപ്പിച്ചതിനുള്ള അവാർഡ് ജോസഫ് പീച്ചനാട്ടിനും ഏറ്റവും മികച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്കുള്ള അവാർഡ് തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്കുമാണ് ലഭിച്ചത്. ഈ വർഷത്തെ സംസ്ഥാന കർഷക അവാർഡ് കോതമംഗലം ബ്ലോക്കിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നതെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് പറഞ്ഞു. ഈ വർഷത്തെ സംസ്ഥാന കർഷക അവാർഡ് കോതമംഗലം ബ്ലോക്കിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നത്. 2 അവാർഡുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. തട്ടേക്കാട് അഗ്രോ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച FPC ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക രംഗത്തെ നൂതന ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തതിനുള്ള അവാർഡ് പ്രിയപ്പെട്ട ജോസഫ് ചേട്ടനാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുടുംബത്തിന്റെ പിന്തുണയാണ് നേട്ടത്തിന് കാരണമെന്ന് ജോസഫ് പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ലെങ്കിലും നേരിയ മഴയ്ക്കോ ഒറ്റപ്പെട്ട മഴ. വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കൊമ്പ് കോർക്കുകയാണ് CPM-ഉം സിറോ മലബാർ സഭയും. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ CPM നടത്തുന്ന പ്രസ്താവനകൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് സഭ പ്രതികരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറിയുടേത് സാന്ദർഭികമായ ഒരു പ്രസ്താവന അല്ലെന്ന വിലയിരുത്തലാണ് സഭയ്ക്കുള്ളത്. CPM-ഉം സിറോ മലബാർ സഭയും തമ്മിൽ
വീണ്ടും തുറന്ന ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ BJPക്കെതിരെ സഭ സ്വീകരിച്ച മൃദു സമീപനമാണ് CPMനെ പ്രകോപിപ്പിച്ചതെന്ന വിലയിരുത്തലാണുള്ളത്. ജയിൽ മോചനത്തിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി പറഞ്ഞ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ നിലപാടിനെ പാർട്ടി സെക്രട്ടറി തന്നെ പൊതുവേദിയിൽ വിമർശിച്ചു. പല CPM നേതാക്കളും ഈ വഴി പിന്തുടർന്നതോടെയാണ് സഭ മറുപടിയുമായി മുന്നോട്ട് വന്നത്. സെക്രട്ടറിയുടേത് സാന്ദർഭികമായ ഒരു പ്രസ്താവനയല്ലെന്നാണ് സഭ പറയുന്നത്. ആർക്ക് നന്ദി പറയണമെന്ന് സഭയെ പഠിപ്പിക്കേണ്ടെന്നുകൂടി CPMനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് സഭാ നേതൃത്വത്തിനെതിരെ നടത്തിയ നികൃഷ്ടജീവി പ്രയോഗത്തിന് സമാനമായ കടന്നാക്രമണമാണ് ജോസഫ് പാംപ്ലാനിക്കെതിരെ MV ഗോവിന്ദൻ നടത്തിയതെന്ന വിലയിരുത്തലിലാണ് സിറോ മലബാർ സഭ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് സഭയ്ക്കെതിരെ ഈ രീതിയിൽ പാർട്ടി നീങ്ങുന്നതും അതിനെ സെക്രട്ടറി തന്നെ നേതൃത്വം നൽകുന്നതിലും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെന്ന നിഗമനവും സഭയ്ക്കുണ്ട്. സഭയുടെ പ്രതികരണത്തെ CPM ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ച് തന്നെയാകും സഭയുടെ ഇനിയുള്ള രാഷ്ട്രീയ നിലപാടും. ന്യൂസ് 18 കൊച്ചി. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് DYFI ഇന്നലെ വൈകിട്ട് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. DYFI പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു. മൃഗവേട്ടയ്ക്കൊരുക്കിയ കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച വഴിക്കടവ് സ്വദേശി അനന്തുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച തുക MLA ആര്യാടൻ ഷൌക്കത്താണ് കൈമാറിയത്. പണം അനന്തുവിന്റെ മാതാപിതാക്കളായ സുരേഷും ശോഭയും ഏറ്റുവാങ്ങി. കഴിഞ്ഞ ജൂൺ 7-ന് രാത്രിയിലാണ് സുഹൃത്തുക്കളോടൊപ്പം വീടിന് സമീപത്തെ തോട്ടത്തിൽ മീൻ പിടിക്കാൻ പോയ അനന്തു ഷോക്കേറ്റ് ദാരുണമായി മരിച്ചത്. വീട്ടിലെ AC തകരാറ് പരിഹരിക്കാനെത്തിയ ടെക്നീഷ്യൻ സൺഷെയ്ഡിൽ നിന്നും കാല് വഴുതി വീണ് കിണറ്റിൽ വീണ് മരിച്ചു. മലയൻകീഴ് പൊറ്റയിൽ സ്വദേശി അഖിലാണ് മരിച്ചത്. തിരുവനന്തപുരം പേയാട് സ്വദേശി കിഷോറിന്റെ വീട്ടിലായിരുന്നു സംഭവം. പരിക്കേറ്റ അഖിലിനെ മലയൻകീഴ് മണിയറവിള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം ആര്യനാട് സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികൻ റോഡിലേക്ക് തെറിച്ചു വീണ് ടിപ്പർ ലോറി കയറി മരിച്ചു. റിട്ടയർഡ് ലേബർ ഓഫീസറും പാരലൽ കോളേജ് അധ്യാപകനുമായ ഉഴമലയ്ക്കൽ സ്വദേശി സത്യനേശനാണ് മരിച്ചത്. ആര്യനാട് നെടുമങ്ങാട് റോഡിലെ പെട്രോൾ പമ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയായിരുന്ന സ്കൂട്ടറുമായാണ് സത്യനേശിന്റെ വാഹനം ഇടിച്ചത്. റോഡിലേക്ക് വീണ ഇയാളുടെ തലയിലൂടെയാണ് ടിപ്പർ കയറി ഇറങ്ങിയത്. മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ടിപ്പർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ക്രീൻ പ്രിന്റിംഗ് സ്ഥാപനം മണ്ണിൽ കുഴിച്ചിട്ട രാസമാലിന്യം നീക്കം ചെയ്യാൻ നടപടിയില്ല. മണ്ണിൽ കലർന്നത് മാരക വിഷമാണെന്ന പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും യാതൊരു തുടർ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടയംകൊവ്വൽ താഴക്കുറുന്തി എന്ന ഉൾഗ്രാമത്തിലാണ് രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് 20ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിയത്. പാലറ്റ് സ്ക്രീൻ എന്ന സ്ഥാപനം വർഷങ്ങളായി മണ്ണിൽ കുഴിച്ചിട്ട രാസമാലിന്യമാണ് മഴവെള്ളത്തിൽ കലർന്ന് ഉറവയായി നാട് മുഴുവൻ വ്യാപിച്ചത്. നാട്ടുകാരുടെ പരാതിയിൽ മണ്ണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധിച്ചപ്പോൾ അമിതമായ അളവിൽ ഈയത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. സ്ക്രീൻ പ്രിന്റിംഗ് മെഷീൻ കഴുകി മൺകുഴികളിലേക്ക് ഒഴുക്കിവിടുന്ന രാസമാലിന്യം കലർന്ന വെള്ളമാണ് ദുരന്തത്തിന് കാരണമായത്. പ്രിന്റിംഗിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സെറിക്കോൾ ഇമൽഷൻ, കെമിക്കൽ സോൾവെന്റ്, തിന്നർ, ഹാർഡ്നർ, റിമൂവർ തുടങ്ങിയവ കുടിവെള്ളത്തിൽ കലർന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. മാലിന്യ സംസ്കരണം നടത്തണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപന ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. മാസങ്ങളായി സ്ഥാപനത്തിന് ചുറ്റും രാസമാലിന്യത്തിന്റെ രൂക്ഷഗന്ധമാണ്. പല കുടുംബങ്ങളും സ്വന്തം വീട് വിട്ട് വാടക വീടുകളിലേക്ക് താമസം മാറുകയും ചെയ്തു. വായുവും വെള്ളവും മണ്ണും മലിനമാക്കിയവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകണമെന്നും ദുരന്തത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പയ്യന്നൂർ.
പാലക്കാട് തൃത്താലയിൽ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. സംഭവത്തിൽ ആളപായമില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചായത്തിലായിരുന്നു ഈ അപകടമുണ്ടായത്. തൃത്താല ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളാണ് ദ്രവിച്ചു പൊട്ടി വീണത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. വരാന്തയിലെ വാർപ്പിനടിയിലെ കോൺക്രീറ്റ് പാളികളാണ് അടർന്നു വീണത്. ഈ സമയം വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഓഫീസിലുണ്ടായിരുന്നു. കോൺക്രീറ്റ് പാളികൾ വീണ സ്ഥലത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. സമാനമായ രീതിയിൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിലും പാളികൾ അടർന്നു നിൽക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചായത്തിലാണ് ഈ ദയനീയാവസ്ഥ. വലിയൊരു അപകടമുണ്ടാകുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഓഫീസിന്റെ പല ഭാഗത്തും ഇതുപോലെ ഏത് സമയത്തും വീഴുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി അത് താൽക്കാലികമായിട്ടെങ്കിലും അത് അടിയന്തര അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ വലിയ ഭീഷണി നേരിടും. അതിൽ വരുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അടിയന്തരമായി അതിന്റെ പണി തീർത്തില്ലെങ്കിൽ വലിയ തരത്തിലുള്ള അപകട സാധ്യത ഉണ്ട് എന്ന് ജീവനക്കാരടക്കം അത് പറയുന്ന സ്ഥിതിയാണ്. തൃത്താല പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. തൃത്താല സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ താഴെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്. യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതും ഈ കെട്ടിടത്തിന് കീഴിലാണ്. ന്യൂസ് 18 പാലക്കാട്. ചിങ്ങപ്പുലരിയിൽ ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. പ്രതികൂല കാലാവസ്ഥയിലും ആയിരങ്ങളാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. കനത്ത മഴയിൽ കക്കി ആനത്തോട് അണക്കെട്ടുകളുടെ 2 ഷട്ടറുകൾ തുറന്നതിനാൽ പമ്പാ സ്നാനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുകയാണ്. ശശിനാരായണൻ, കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണല്ലോ അനുഭവപ്പെടുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഇന്നലെ ശബരിമല നട തുറന്ന ആ സമയം മുതൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രധാനമായും ചിങ്ങമാസമാണ്. ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പനെ കണ്ട് തൊഴുത് മലയിറങ്ങുന്നതിനാണ് ഇത്തരത്തിൽ ആളുകൾ, അതായത് ഭക്തർ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഒരു വർഷത്തെ ഒരു ഫലമാണ് ഈ ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പനെ കണ്ട് തൊഴുക എന്ന് പറയുന്ന ഓരോ ഭക്തരെ സംബന്ധിച്ചും. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക്, മലയാളികളടക്കം ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഈ ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പനെ കണ്ടെത്തുന്നതിനായി സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ മഴ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിലെ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിൽ സ്നാനം, കുളിക്കുന്നതിനുള്ള നിയന്ത്രണം ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കക്കി ആനത്തോട് ഡാമുകളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 2 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. ഇന്ന് ഈ പൂജകൾക്ക് ശേഷം, ഉഷപൂജകൾക്ക് ശേഷം ഇന്ന് കീഴ്ശാന്തി നറുക്കെടുപ്പ് സന്നിധാനത്ത് നടക്കും. അതുപോലെ തന്നെ പമ്പയിലെ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. ദേവസ്വം കമ്മീഷണർ സുനിൽകുമാറിന്റെ സ്ഥാനത്തിലാണ് ഈ നറുക്കെടുപ്പ് നടക്കുക. എന്തായാലും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇതര സംസ്ഥാന തീർത്ഥാടകരും എത്തിയിട്ടുണ്ട്. പക്ഷേ മലയാളികളാണ് പ്രധാനമായും ഈ ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പനെ കണ്ടെത്തുന്നതിനായി. അത് ഇന്നലെ മുതൽ നട തുറന്ന സമയം മുതൽ ആ തിരക്ക് ഇപ്പോഴും തുടരുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഈ മഴ നനഞ്ഞാണ് ഭക്തർ മല കയറി ഈ അയ്യപ്പനെ കണ്ട് തൊഴുത് മലയിറങ്ങുന്നത്. പക്ഷേ പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന് ഒരു നിയന്ത്രണമുണ്ട്. അത് ഈ പ്രധാനമായും ഡാമുകൾ തുറന്നുകൊണ്ടാണ്. ഡാമുകൾ തുറന്നു പമ്പയിലെ നീരൊഴുക്കും ഈ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ടെന്ന് നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ പമ്പയിൽ കുളിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൊണ്ടാണ് ജില്ലാ കളക്ടർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പമ്പയിൽ സ്നാനത്തിന് ഒരു നിയന്ത്രണമുണ്ട്, വിലക്കുണ്ട്. ഒപ്പം മല കയറുന്ന ഭക്തരുടെ എണ്ണം, അതായത് വലിയ രീതിയിൽ സാധാരണ മാസപൂജകൾക്കപ്പുറം ചിങ്ങമാസത്തിൽ നമുക്കറിയാം ഈ ഐശ്വര്യ സമൃദ്ധിയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്തർ സ്വാഭാവികമായും ഈ ചിങ്ങമാസങ്ങളിൽ അയ്യപ്പനെ കണ്ടു തൊഴുത് മലയിറങ്ങുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. പക്ഷേ ഇതര സംസ്ഥാന തീർത്ഥാടകരുമുണ്ട്. പക്ഷേ അധികവും മലയാളികളാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഉഷപൂജയ്ക്ക് ശേഷമായിരിക്കും നിരക്കെടുപ്പ്, കീഴ്ശാന്തി നിരക്കെടുപ്പാണ് സന്നിധാനത്ത് നടക്കുക. ഒപ്പം
പമ്പയിലെ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും ഇന്ന് നടക്കും. വലിയ തിരക്ക് ഉണ്ട്. അതായത് ദേവസ്വം ബോർഡ് ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഈ സാധാരണ ഈ മഴ കയറുന്ന സമയത്തുള്ള മഴക്കാലമാണ്, ഈ വഴുതി വീഴാനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്ന സമയത്തൊക്കെ നീലിമല വഴിയുള്ള വഴി കൂടെയൊക്കെ വരുമ്പോൾ ഈ തറയിൽ കല്ല് ഭാഗിക തെറ്റി വീഴുന്ന സാഹചര്യങ്ങൾ, അതിന്റെയൊക്കെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡ് ഒരു മുൻകരുതൽ നിലയ്ക്ക് എല്ലാ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കളക്ടറും ഈ മഴയുടെ ഭാഗമായിട്ട് ഒരു ജാഗ്രത നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുശ്രീ, ശരി. കനത്ത മഴയിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള യാത്രാ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഡൽഹിയിലെത്തി. ഇന്നലെ രാത്രിയാണ് ശുഭാംശു ഇന്ത്യയിലെത്തിയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ശർമ്മ എന്നിവർ ശുഭാംശുവിനെ സ്വീകരിച്ചു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ശുഭാംശു കാണും. വിവരങ്ങളുമായി ഭവ്യ പാർവതി ചേരുന്നുണ്ട്. ഭവ്യ, ഇന്ത്യക്ക് അഭിമാനമായി മാറി ശുഭാംശു ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ശുഭാംശു ശുക്ല, ആ പേര് കേൾക്കുമ്പോൾ അഭിമാനം തോന്നാത്ത, രോമാഞ്ചം തോന്നാത്ത ഇന്ത്യക്കാർ ഉണ്ടാവില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അത്രമാത്രം രാജ്യത്തിൻ്റെ പേരങ്ങ് ബഹിരാകാശ നിലയത്തിൽ പോലും ഉയർത്തിയ നമ്മുടെയൊക്കെ അഭിമാനമാണ് ശുഭാംശു ശുക്ല. ആ ശുഭാംശു 18 ദിവസത്തെ ആക്സിയം 4 ദൗത്യം പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 18 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം രാജ്യത്തിലോട്ട്, തൻ്റെ ജന്മനാട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണെന്നുള്ള ഏറെ സന്തോഷകരമായ വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഒപ്പം ഡൽഹി മുഖ്യമന്ത്രി ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. വൻ സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ ലഭിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. കാരണം അത്രമാത്രം ഈ രാജ്യം കാത്തിരിക്കുകയായിരുന്നു ശുഭാംശുവിൻ്റെ തിരിച്ചുവരവിനായി. ശുഭാംശു ശുഭമായി തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ഈ രാജ്യം. അത് പൂർണ്ണമായി തൻ്റെ ദൗത്യം വിജയിച്ചുകൊണ്ട്, ശുഭമാക്കിക്കൊണ്ട് ശുഭാംശു ഇന്ത്യയിലേക്ക് ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ശുഭാംശു ശുക്ല കൂടിക്കാഴ്ച നടത്തും. നമുക്കറിയാം, കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ വെച്ച് പറഞ്ഞിരുന്നു, രാജ്യത്തിൻ്റെ അഭിമാനം ശുഭാംശുവിന് അദ്ദേഹം അഭിനന്ദനം നേർന്നിരുന്നു. ശുഭാംശു ഉടൻ തന്നെ രാജ്യത്തിലോട്ട്, ഇന്ത്യയിലോട്ട് തിരിച്ചെത്തുമെന്നും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ ശുഭാംശുവിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ വലിയ ചർച്ച നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന 23-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷ ചടങ്ങിലും ശുഭാംശു ശുക്ല പങ്കെടുക്കുമെന്നുള്ളൊരു വിവരം ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തൻ്റെ ജന്മഗൃഹത്തിലേക്ക്, ജന്മനാട്ടിലേക്ക് മടങ്ങുമെന്നുള്ള വിവരം ലഭിക്കുന്നു. ഈ ലക്നൌവിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം പഠിച്ച സിറ്റി മോണ്ടിസോറി സ്കൂളിൽ 25-ന്, ഈ മാസം 25-ന് അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, ഇന്നലെ വിമാനത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയൊരു വൈകാരികമായ കുറിപ്പുണ്ട്. അത് എല്ലാം ഇന്ത്യക്കാരും ഏറ്റെടുത്ത ഒന്നാണ്. തൻ്റെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, ജന്മനാട്ടിലെ ഓരോരുത്തരെയും, ഓരോ ഇന്ത്യക്കാരനെയും കാണാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് തുടങ്ങിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരികമായ കുറിപ്പ്, അത് എല്ലാവരുടെയും ഹൃദയസ്പർശിയായിരുന്നു. അദ്ദേഹം, ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ എന്നാണ് ഇന്നലെ ശുഭാംശു പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഒരു ചുരുക്കരൂപം ഒന്ന് വായിക്കാം അനുശ്രീ. ഇന്ത്യയിലേക്കുള്ള വിമാനത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സമ്മിശ്ര വികാരങ്ങളാണ്. ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷക്കാലം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായിരുന്ന ഒരു കൂട്ടം പേരെ വിട്ടുപോകേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ദൗത്യത്തിന് ശേഷം ആദ്യമായി സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും രാജ്യത്തെ എല്ലാവരെയും കാണാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് ഞാൻ. ജീവിതം ഇതാണെന്ന് ഞാൻ കരുതുന്നു. ദൗത്യത്തിനിടയിലും ശേഷവും എല്ലാവരിൽ നിന്നും അവിശ്വസനീയമായ സ്നേഹവും പിന്തുണയുമാണ് തനിക്ക് ലഭിച്ചത്. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ എനിക്ക് ഇനിയും കാത്തിരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ കുറിച്ചത്. വിടവാങ്ങലുകൾ പ്രയാസകരമാണ്, പക്ഷേ ജീവിതത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. എൻ്റെ കമാൻഡർ പെഗി വിറ്റ്സൺ സ്നേഹത്തോടെ പറയുന്നത് പോലെ, ബഹിരാകാശ യാത്രയിലെ ഒരേ ഒരു സ്ഥിരമായ കാര്യം മാറ്റമാണ്. ഇത് ജീവിതത്തിനും ബാധകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് ഇന്നലെ വിമാനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ്, രാജ്യത്തെ ഓരോ ജനങ്ങളെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ സ്വീകരണത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തത്. എന്തായാലും ശുഭാംശു ശുക്ല അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി രാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ, പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് കാണാൻ, എന്തായിരിക്കും ശുഭാംശു പറയാൻ പോകുന്നത് എന്നതൊക്കെ കാത്തിരിക്കുകയാണ്. എന്തായാലും
രാജ്യം ബഹിരാകാശ രംഗത്ത് വലിയ കുതിപ്പിന് കാത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് ശുഭാംശുവിൻ്റെ മടങ്ങി വരവ് എന്നത് ഏറെ പ്രധാനമാണ്. എന്തായാലും ഗഗൻയാൻ അടക്കമുള്ള നമ്മൾ രാജ്യം കാത്തിരിക്കുന്ന ആ പ്രധാനപ്പെട്ട ദൗത്യത്തിന് ശുഭാംശുവിൻ്റെ മടങ്ങി വരവ്, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ 18 ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തായാലും നമുക്കറിയാം, ബഹിരാകാശ യാത്രികരെ ഒരു ഇന്ത്യൻ റോക്കറ്റിൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കാനാണ് ഗഗൻയാൻ ദൗത്യം ലക്ഷ്യമിടുന്നത്. 2035 ഒരു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കാനും 2024 ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന ദൗത്യത്തിനും സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ, അതിനൊക്കെ വലിയ എക്സ്പീരിയൻസ് നമ്മുടെ ശുഭാംശുവിനുണ്ടാകും, ശുഭാംശുവിൻ്റെ അറിവുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാജ്യം കാത്തിരുന്ന ആ ദിവസം അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ മണ്ണിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ണിലേക്ക് ശുഭാംശു തിരിച്ചെത്തിയിരിക്കുകയാണ് അനുശ്രീ ഇന്ന് രാവിലെയോടെ. ശരി, രാജ്യത്തിന് അഭിമാനമായ ശുഭാംശു ശുക്ല തിരികെ ജന്മനാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഭവ്യ പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, കൊട്ടാരക്കരയിൽ ആധുനിക മാർക്കറ്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി. കിഫ്ബി പദ്ധതിയിൽ വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ ആധുനിക മാർക്കറ്റാണ് നിർമ്മിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. 42 സെന്റ് ഭൂമിയിൽ 23,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് മാർക്കറ്റിന്റെ നിർമ്മാണം. പഴയ കെട്ടിടത്തിന്റെ തൂണുകൾ ബലപ്പെടുത്തിയും പുതിയ കെട്ടിടം നിർമ്മിച്ചുമാണ് നവീകരണം. മാർക്കറ്റിന്റെ നിർമ്മാണ പുരോഗതി ഉദ്യോഗസ്ഥർക്കൊപ്പം എത്തി ധനമന്ത്രി KN ബാലഗോപാൽ വിലയിരുത്തി. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. ചില ടെക്നിക്കൽ കാര്യങ്ങൾ ഇനി നോക്കാനുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഏറ്റവും കൂടുതൽ വാണിജ്യ വ്യാപാര കാര്യങ്ങൾ, പ്രത്യേകിച്ചും ദൈനംദിന കാര്യങ്ങൾക്ക് പറ്റുന്ന മത്സ്യ മാർക്കറ്റ് മുതൽ മത്സ്യ മാംസ മാർക്കറ്റും പിന്നീട് പ്രധാനപ്പെട്ട മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഷോപ്പുകളെല്ലാം വരുന്ന മാർക്കറ്റായിട്ട് മാറും. 2 നിലകളിലായി 33 കടമുറികൾ, 8 ഇറച്ചി സ്റ്റാളുകൾ, 12 ഉണക്ക മത്സ്യ വിപണന സ്റ്റാളുകൾ, 19 മത്സ്യ സ്റ്റാളുകൾ, പ്രിപ്പറേഷൻ റൂം, മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സൗകര്യം, വിശ്രമമുറികൾ, ശൗചാലയങ്ങൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയാണ് കെട്ടിടത്തിലുണ്ടാവുക. 5.5 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. തീരദേശ വികസന കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. വർക്ക് നല്ല സ്പീഡിലാണ് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള ക്വാളിറ്റികളെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. കിഫ്ബിയാണ് അതിൻ്റെ ആൾ, ഇത് ക്വാളിറ്റികൾ നോക്കുന്നത്. ചെയ്യുന്നത് KSTC, കേരള കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ വർക്ക് നടത്തിക്കുന്നത്. പ്രത്യേക പാർക്കിംഗ് സൗകര്യവും നിരീക്ഷണ ക്യാമറകളും കാവൽ ജീവനക്കാരും കെട്ടിടത്തിൽ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. കിഫ്ബി പദ്ധതിയിൽ പുരോഗമിക്കുന്ന മാർക്കറ്റ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും കൊട്ടാരക്കര MLA കൂടിയായ KN ബാലഗോപാൽ പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. അപൂർവ വൃക്ഷങ്ങൾ നട്ടുവളർത്തി ഒരുക്കിയ സ്വാഭാവിക വനം വനദീപ്തി പരിചരണമില്ലാതെ നശിക്കുന്നതായി പരാതി. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ വനം മന്ത്രിയായിരിക്കെയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്വാഭാവിക വനമൊരുക്കിയത്. എന്നാൽ പിന്നീട് പദ്ധതിക്ക് യാതൊരു പുരോഗതിയും ഉണ്ടായില്ലെന്നാണ് ആരോപണം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വന്മള വാർഡിൽ അച്ചൻകോവിലാറിന്റെ കൈവഴിയുടെ തീരത്തുണ്ടായിരുന്ന കുട്ടിവനം വെട്ടിനിരത്തിയാണ് അപൂർവ ഇനം സസ്യങ്ങളുടെ സ്വാഭാവിക വനം ഒരുക്കിയത്. ഇന്ത്യയിൽ ലഭ്യമായ എല്ലാമിനം ഔഷധസസ്യങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കരിനൊച്ചി, കരിമഞ്ഞൾ പോലെയുള്ളവയും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ പരിചരണമില്ലാതെ എല്ലാം നാശത്തിന്റെ വക്കിലാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. സംരക്ഷണത്തിനായി തീർത്തിരിക്കുന്ന കൂറ്റൻ വേലികൾ മിക്കതും തകർന്ന അവസ്ഥയിലാണ്. ജലസേചനത്തിനായി സ്ഥാപിച്ചിരുന്ന മോട്ടോറുകൾ മോഷ്ടിക്കപ്പെട്ടു. ചെറുതും വലുതുമായ പൈപ്പുകൾ കൂട്ടിയിട്ടത് കാലപ്പഴക്കത്താൽ നശിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ കാണുന്ന അപൂർവ ഇനം സസ്യങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു സ്വാഭാവിക വനം നിർമ്മിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികളടക്കം ടൂറിസത്തിന് വലിയ സാധ്യതകളും അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരു വലിയ പ്രോജക്റ്റാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ എന്നാൽ തുടർന്ന് വന്ന ഭരണസമിതികൾ ഇത് കാര്യമായി കൊണ്ടുപോയില്ല. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഇങ്ങനെ കാലഹരണപ്പെട്ട് കിടക്കുന്നത്. ടൂറിസത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള സ്ഥലമെന്ന നിലയിൽ തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി വനദീപ്തിയെ ഉൾപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ നിലയിൽ പദ്ധതിയെ മാറ്റിയെടുക്കാനും സന്ദർശകരെ ആകർഷിക്കാൻ ഇരിപ്പിടവും ഹട്ടും ഒരുക്കാനും ആലോചിച്ചിരുന്നു. എന്നാൽ ഗണേഷ് കുമാർ വനമന്ത്രി സ്ഥാനം ഒഴിയുകയും മുന്നണി മാറുകയും ചെയ്തതോടെ പദ്ധതി അവതാളത്തിലായി. പിന്നീട് വന്ന മന്ത്രിമാർ തിരിഞ്ഞു നോക്കാതായതോടെ വനദീപ്തി ശവപ്പറമ്പായി മാറി. ഇന്ന് ഇഴജന്തുക്കളുടെയും വന്യമൃഗങ്ങളുടെയും മദ്യപാനികളുടെയും വിഹാര കേന്ദ്രമാണ് ഈ പ്രദേശം. ന്യൂസ് 18 പുനലൂർ. മലബാറിന്റെ ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കാടംപോയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് അങ്ങാടിയിൽ പുതിയ എയ്ഡ് പോസ്റ്റ് നിലവിൽ വന്നത്.
ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മലബാറിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപൊയിൽ. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് പുതിയ എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. ഒപ്പം ടൂറിസത്തിന്റെ പേരിൽ ക്രിമിനൽ കാര്യങ്ങൾക്കായി എത്തുന്നവരെ പിടികൂടുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. കക്കാടംപൊയിൽ ഫാദർ മാത്യു തേക്കുംകുളം മെമ്മോറിയൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻപും എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനമുണ്ടായിരുന്നുവെങ്കിലും അനുയോജ്യമായ സ്ഥലം ലഭ്യമാകാത്തതിനാലാണ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന് MLA പറഞ്ഞു. കക്കാടംപൊയിൽ സാംസ്കാരിക കേന്ദ്രത്തിലാണ് എയ്ഡ് പോസ്റ്റ് ആരംഭിച്ചത്. മുമ്പ് തന്നെ കക്കാടംപൊയിൽ മലബാറിന്റെ ഊട്ടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വരും നാടുകളിൽ കൂടുതലായി എത്തിച്ചേരും എന്ന വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ ആ പദ്ധതിയിൽ നമ്മുടെ കക്കാടംപൊയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റും ഒരു ചെക്ക് പോസ്റ്റും വേണം എന്നുള്ള തീരുമാനമെടുത്തതിനകത്ത് പദ്ധതി തന്നെ നമ്മൾ വെച്ചത്. ഒരു ഓഫീസറിന്റെയും 2 പോലീസുകാരുടെയും സേവനം പുതിയതായി സ്ഥാപിച്ച എയ്ഡ് പോസ്റ്റിൽ 24 മണിക്കൂറും ലഭ്യമാകും. ഒപ്പം 23 കിലോമീറ്റർ അകലെയുള്ള തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ നിന്നും സേവനങ്ങളും ലഭിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി KE ബൈജു IPS പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനതല ബഡ്സ് ദിനാഘോഷം പാലക്കാട് തൃത്താലയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളം സൃഷ്ടിച്ച കരുതലിന്റെ മഹാമാതൃകയാണ് ബഡ്സ് വിദ്യാലയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരും കുടുംബശ്രീയും ബഡ്സ് വിദ്യാലയങ്ങൾക്ക് നൽകുന്ന കരുതൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന പദ്ധതിയായി മാറിയെന്നും മന്ത്രി അവകാശപ്പെട്ടു. സർക്കാർ കുടുംബശ്രീ എത്ര വലിയ കരുതലാണ് ബഡ്സിലെ വിദ്യാർത്ഥികൾക്ക് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ അവരെ ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. അവരുടെ കരം പിടിച്ചുകൊണ്ട് കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നത് കുടുംബശ്രീ എന്ന ഈ മഹാപ്രസ്ഥാനമാണ്. അത് കേരളം ഒരുപാട് കാര്യങ്ങളിൽ രാജ്യത്തിന് മാതൃകയായിട്ടുണ്ട്. കേരളം സൃഷ്ടിച്ചിട്ടുള്ള കരുതലിന്റെ ഒരു മഹാമാതൃകയാണ് ബഡ്സ് സ്ഥാപനങ്ങൾ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഇതൾ പുസ്തകത്തിന്റെ പ്രകാശനവും MP രാജേഷ് നിർവഹിച്ചിരുന്നു. പരിപാടിയോടനുബന്ധിച്ച് വിവിധ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മലപ്പുറം അങ്ങാടിപ്പുറത്ത് 5ഓളം താറാവുകളെ വിഴുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ പിടികൂടി. വൈലോങ്ങര കിഴക്കേമുക്ക് ഒരുമ റെസിഡൻസിയിൽ താമസിക്കുന്ന VK റാഫിയുടെ വീട്ടിലെ കൂട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. കേരള വനം വകുപ്പ് റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ജബാർ ജൂലി, ഫറൂഖ് പൂപ്പലം, പ്രവർത്തകരായ ജിൻഷാദ് പൂപ്പലം, സുബീഷ് പരിയാപുരം, വിനോദ് മുട്ടുങ്ങൽ, അബ്ദുൾ ഖാദിൽ, വൈലോങ്ങര എന്നിവർ സ്ഥലത്തെത്തിയാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. പെരുമ്പാമ്പിനെ പിന്നീട് നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റ് RRTക്ക് കൈമാറി. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. നേര്യമംഗലം നീണ്ടപ്പാറ സ്വദേശി ജോണി ലോപ്പസിനാണ് പരിക്കേറ്റത്. കൃഷിയിടത്തിൽ പന്നി കയറിയതറിഞ്ഞ് ചെന്ന സമയത്തായിരുന്നു ആക്രമണമുണ്ടായത്. ജോണിയുടെ തോളിൽ പൊട്ടി. പിന്നീട് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഓണപരീക്ഷയ്ക്ക് മുൻപ് ഓണാഘോഷം കളറാക്കി പട്ടം സെന്റ് മേരി സ്കൂൾ. ആഘോഷത്തിന്റെ ഭാഗമായി 10,000-ലധികം വിദ്യാർത്ഥികൾക്ക് ഓണസദ്യ വിളമ്പി. ഒന്നിച്ചോണം എന്ന പരിപാടിയിൽ രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ചൊരുക്കിയ വിഭവസമൃദ്ധമായ സദ്യയ്ക്കൊപ്പം കുട്ടികളുടെ ഓണപരിപാടികളും നടന്നു. നാളിതുവരെ താൻ ഓണസദ്യ ഉണ്ടിട്ടില്ല എന്നൊരു വിദ്യാർത്ഥിയുടെ സങ്കടത്തിൽ നിന്നാണ് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ കുട്ടികളെ എല്ലാം ഉൾപ്പെടുത്തി ഓണസദ്യ ആരംഭിക്കുന്നത്. pre-KG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 10,000-ലധികം പേർക്കാണ് സദ്യ വിളമ്പിയത്. കുട്ടികളിൽ നല്ല ചിന്തകളും ഒത്തൊരുമയും വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് വിപുലമായ പരിപാടികൾ നടന്നത്. ഒന്നിച്ചോണം എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ആ വാക്കിൽ തന്നെ വളരെ അർത്ഥവത്തായ ഒരു വാക്കാണത്. കാരണം കുട്ടികളോട് നൽകുന്നൊരു ആഹ്വാനമാണ്, നിങ്ങൾ ഒന്നിച്ച് ഐക്യത്തോടുകൂടി ഒന്നിച്ച് പ്രവർത്തിക്കണം, ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളായിട്ട് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി
ജീവിക്കേണ്ടവരാണെന്നുള്ള വലിയ സന്ദേശമാണ് നൽകുക. ഓണം എപ്പോഴും നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. പായസമടക്കം ഉൾപ്പെടുത്തിയ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചതോടെ പിള്ളേരൊക്കെ ഹാപ്പി. എങ്ങനെയുണ്ട് സദ്യ? ഓണപരീക്ഷ അടുത്തെത്തിയെങ്കിലും അതൊന്നും ഓണാഘോഷത്തിന്റെ ആവേശത്തിന് കുറവ് വരുത്തിയിട്ടില്ല. പൂക്കള മത്സരവും മറ്റ് കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് വാളയാറിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 98 ഗ്രാം MDMA പിടികൂടി. ആലുവ സ്വദേശി റിച്ചാർഡ് ചെറിയാനാണ് MDMAയുമായി എക്സൈസ് പിടിയിലായത്. കോയമ്പത്തൂരിൽ നിന്നാണ് ലഹരി കൊണ്ടുവന്നത്. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി പിടികൂടിയത്. KCL ഭാഗ്യചിഹ്നങ്ങൾക്ക് പേര് നൽകി. ബാറ്റേന്തിയ കൊമ്പൻ ഇനി വീരു എന്നും മലമുഴക്കി വേഴാമ്പൽ ചാരു എന്നും അറിയപ്പെടും. തിരുവനന്തപുരം നിശാഗന്ധിയിൽ ടീമുകളുടെ ഔദ്യോഗിക ലോഞ്ച് നടന്നു. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച 100 കണക്കിന് പേരുകളിൽ നിന്നാണ് അന്തിമമായി പേരുകൾ തെരഞ്ഞെടുത്തത്. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം പ്രശസ്ത ഗായകരായ വിധു പ്രതാപും അപർണ ബാലമുരളിയും ചേർന്നൊരുക്കിയ സംഗീത നിശയും അരങ്ങേറി. വരും ദിവസങ്ങളിൽ അരങ്ങേറാനിരിക്കുന്ന ക്രിക്കറ്റ് പൂരത്തിന്റെ ആവേശം വാനോളമുയർത്തിയാണ് ടീം ലോഞ്ചിന് തിരശീല വീണത്. കല്യാൺ സിൽക്സിന്റെ ഓണക്കാല ഓഫറായ ഓണക്കോടിക്കൊപ്പം 2 കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് കല്യാൺ സിൽക്സിന്റെ തൃശൂർ പാലസ് റോഡ് ഷോറൂമിൽ നടന്നു. മന്ത്രി കെ രാജൻ, മേയർ MK വർഗീസ്, MLA AP ബാലചന്ദ്രൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ, കോർപ്പറേഷൻ കൗൺസിലർ റിജി ജോയ് എന്നിവർ ചേർന്നാണ് നറുക്കെടുപ്പിലൂടെ വിജയികളെ തെരഞ്ഞെടുത്തത്. വീക്കിലി ബമ്പർ സമ്മാനമായി 25 പവൻ സ്വർണത്തിന് ഗ്രിജി ബാബു അർഹയായി. സിസി മരിയ ആന്റണി, രാജേശ്വരി അമ്മ, റസീന VP എന്നിവരാണ് വീക്കിലി സമ്മാനമായ മാരുതി ബലേനോ കാർ സ്വന്തമാക്കിയത്. പ്രധാനപ്പെട്ട നറുക്കെടുപ്പുകൾ ഇനി 3 മാരുതി ബലേനോ കാറുകളും. ഓണക്കോടിക്കൊപ്പം 2 കോടി എന്ന സമ്മാന പദ്ധതിയുടെ ആദ്യ വാരത്തെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നത്. ഇത് 2014 മുതൽ ഈ ഓണക്കോടിക്കൊപ്പം ആദ്യം 1 കോടിയായി, പിന്നെ ഒരു 1.5 കോടിയായി, ഇപ്പോൾ 2 കോടിയാണ് ഓരോ കൊല്ലവും ഞങ്ങൾ സമ്മാനമായി നൽകുന്നത്. ഈ പ്രാവശ്യം ഒരു മാറ്റം, ബമ്പർ സമ്മാനത്തിന് പകരം ആഴ്ചയിലാണ് സമ്മാനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത്. കൂടുതൽ പേർക്ക് സമ്മാനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നാം സമ്മാനം 100 പവന് 4 ആഴ്ചകളായിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന് തന്നെ 25 പവനാണ് ഒന്നാം സമ്മാനം കൊടുത്തത്. വളരെ വലിയ ഒരു ജനപിന്തുണയാണ് ഞങ്ങളുടെ ഈ സ്കീമിൽ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പേര് ഓണാവുമ്പോൾ എന്നു തൊട്ടാണ് ഈ സ്കീം എന്ന് പോലും ചോദിച്ചിട്ടാണ് വരാറുള്ളത്. അത് വളരെ നല്ല രീതി. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്പെഷ്യൽ ഡേയിലേക്ക്. തൃശൂർ പേരാമംഗലം സ്വദേശിയായ ഋഷികേശിന്റെ പിറന്നാളാണിന്ന്. പേരാമംഗലം പടിഞ്ഞാറ്റുമുറി ദേശവും ഭാര്യ അഭിനയും ചേർന്നാണ് ഋഷികേശിന് ആശംസകൾ അറിയിക്കുന്നത്. ഋഷികേശിന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. കൊല്ലം പെരുമണ്ണിലെ അഞ്ജനയുടെയും കിരൺ ബാബുവിന്റെയും വിവാഹമാണ് നാളെ. ആശംസകളോടെ മേക്കാട്ട് തെക്കതിൽ കുടുംബാംഗങ്ങളാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. അഞ്ജനയ്ക്കും കിരണിനും ന്യൂസ് 18ന്റെ പേരിലും വിവാഹാശംസകൾ നേരുകയാണ്. കൊല്ലം ഓയൂരിലുള്ള അജ്മലിന്റെയും ഫാത്തിമയുടെയും മകൾ ഐസം താനിസിന്റെ 1ാം പിറന്നാളാണിന്ന്. ഐസം താനിസിന് ആശംസകൾ അറിയിക്കുകയാണ് ന്യൂസ് 18ന്റെ പേര്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോളിൽ ടോം കുര്യാക്കോസ്.